എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇൻ്റർവ്യൂ ഫെയിൽ ആയെന്നുള്ളൊരു അനാലിസിസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ നമ്മൾ വെച്ചിട്ടുണ്ടാവും. ആ ഡ്യൂറേഷൻ നമ്മളത് ഫുള്ള് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും. അവിടെ ഒരു ഹാഫ് നോളജ് വെച്ചിട്ട് നമ്മളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പം നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ പ്രോപ്പറായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു എംപ്ലോയർ നിങ്ങൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തേക്ക് ആ ഒരു കമ്പനിയിൽ പിന്നെ അപ്ലൈ ചെയ്യാനേ പറ്റില്ല, അല്ലേ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് 1, 2, 3 കമ്പനികൾ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഈ സെയിം പ്രോസസ്സിലൂടെ നിങ്ങൾ പോകും. നിങ്ങൾ എന്ത് ചെയ്യും? റിജക്റ്റ് ആവും അല്ലെങ്കിൽ ഫെയിൽ ആവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഫെയിലായി അല്ലെങ്കിൽ അവിടെ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവുന്നതോടൊപ്പം നിങ്ങൾക്ക് കമ്പനിയുടെ ഒരു ഓപ്പണിംഗ് കൂടെ നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കില്ലിൽ 100% ഓക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കമ്പനിയിലാണെങ്കിലും വേറൊരു പോർട്ടലാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.